കേരളത്തിലുടനീളം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് നാഗരാജാവിൻ്റെയും അതുപോലെ തന്നെ നാഗയക്ഷിയമ്മയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ. വെട്ടിക്കോട്ട്, മണ്ണാർശാല, പാമ്പുമേക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലുമൊക്കെ ഈ പറയുന്ന നാഗങ്ങളുടെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ അതിനെ ആരാധിക്കുന്ന രീതിയുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്തെന്നാൽ നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് പാമ്പിനെ ആരാധിക്കുന്ന ഒരു രീതിയാണെന്നാണ് പൊതുവെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതാണോ യാഥാർത്ഥ്യം? നാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അവർ എന്തിന് ഭൂമിയിൽ വന്നുവെന്നോ അവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നോ ഇന്നും വ്യക്തമല്ല. പക്ഷേ മനുഷ്യരുമായി വളരെ അടുത്ത ബന്ധം ഈ പറയുന്ന നാഗങ്ങൾ പുലർത്തിയിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ പൂർവികരാണ് നാഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ അഡ്വാൻസ്മെൻറ്റിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഏലിയൻ സ്പീഷീസ്. അപ്പോൾ നമ്മൾ കരുതും ഈ പറയുന്ന കേരളത്തിൽ മാത്രം എന്താണ് ഇതിനെയൊക്കെ ആരാധിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ വെറും മിത്തായിരിക്കും, ഇവിടെ ഉണ്ടായ ഏതെങ്കിലും കെട്ടുകഥകളായിരിക്കും എന്നൊക്കെ. എന്നാൽ നമ്മൾ ഞെട്ടുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നാഗങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ്. കംബോഡിയയിലും ഫിലിപ്പീൻസിലും തായ്ലൻഡിലും എന്തിനേറെ അമേരിക്കൻ നാടുകളിൽ വരെ ഈ പറയുന്ന നാഗങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നാഗങ്ങളെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന കുറച്ച് രഹസ്യങ്ങളാണ്. ആരായിരുന്നു നാഗങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ഇവരെ ആരാധിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് മഹാഭാരത യുദ്ധം നടന്നത്. നാഗങ്ങളും ആ കാലഘട്ടം മുതലേ ഭൂമിയിലുണ്ട് എന്നാണ് വിശ്വാസം. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കശ്യപ മുനിയുടെ പത്നിയായിരുന്ന കദ്രുവിൻ്റെ സന്താനങ്ങളാണ് നാഗങ്ങൾ എന്ന് പറയുന്നത്. ശേഷനാഗ, വാസുകി, കാളിയ, തഷ്ക ഇവയെല്ലാം തന്നെ നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള നാഗങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 നാഗദൈവങ്ങളാണ് ശേഷനാഗവും അതുപോലെ തന്നെ വാസുകിയും. മഹാവിഷ്ണുവിനോടൊപ്പമാണ് ശേഷനാഗത്തെ കാണാൻ കഴിയുന്നത്. എന്നാൽ ശിവൻ്റെ കഴുത്തിൽ കാണുന്നതാണ് വാസുകി നാഗം. ഇങ്ങനെയാണ് ഈ ഹിന്ദു മിത്തോളജി പ്രകാരം നാഗങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത്. മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ കശ്യപ മുനിക്ക് ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഒരു നദീതടത്തിൽ ഒരു ആശ്രമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ സന്താനങ്ങളായ നാഗങ്ങളുമൊത്ത് അദ്ദേഹം അവിടെയായിരുന്നു കഴിഞ്ഞിരുന്നതെന്നും അവിടുത്തെ ആ വലിയ നദി വറ്റിച്ചാണ് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ആ നദീതടത്തെയാണ് കശ്യപമീര എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതായത് ഇന്ന് നമ്മളുടെ കാശ്മീർ. നാഗങ്ങളെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബീയിങ്സുകളായിരുന്നു അവരെന്നാണ്. ഹിന്ദു മിത്തോളജിയിൽ ദേവന്മാർക്കും ദൈവങ്ങൾക്കും അസുരന്മാർക്കുമൊക്കെ തൊട്ടു താഴെയായി തന്നെയാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യന് മുകളിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബീയിങ്സാണ് നാഗങ്ങൾ. ആദിമ മനുഷ്യർക്ക് എല്ലാവിധ അറിവുകളും പകർന്നു തന്നത് നാഗങ്ങളാണെന്നാണ് വിശ്വാസം. മനുഷ്യരുമായി സഹവസിക്കുന്നതിന് അവർക്ക് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് നാഗങ്ങൾ അത് തെറ്റിച്ചുവെന്നും മനുഷ്യരുമായി അവർ സംയോജിച്ചുവെന്നും അവർക്ക് സന്താനങ്ങളുണ്ടായെന്നും പുരാണങ്ങളിൽ പറയുന്നു. അങ്ങനെ ദൈവകൽപ്പന മറികടന്ന നാഗങ്ങൾക്ക് ദൈവം ശിക്ഷ വിധിച്ചെന്നും ഭൂമിക്കടിയിൽ 5000 വർഷത്തോളം പുറത്തേക്ക് വരാതെ കഴിയണമെന്നായിരുന്നു ആ ശിക്ഷയെന്നും പറയപ്പെടുന്നു. ഇന്നും പാതാള ലോകത്ത് അവരുണ്ടെന്നാണ് വിശ്വാസം. അപ്പോഴാണ് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഹോളോ എർത്ത് തിയറിയുമായിട്ട് ഇതിനൊരു ബന്ധം നമുക്ക് തോന്നുന്നത്. അവിടെയും അവർ വിശ്വസിക്കുന്നത് ഒരു റെപ്റ്റീലിയൻ ഏലിയൻ സ്പീഷീസ് ഭൂമിക്കടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഉത്തര ധ്രുവത്തിലാണ് ഈ ഭൂമിക്കടിയിലേക്കുള്ള എൻട്രൻസ് എന്നും അവർ വിശ്വസിക്കുന്നു. അതിന് ഒരുപാട് തെളിവുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. യഥേഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട രൂപം സ്വീകരിക്കാൻ കഴിയുന്ന, ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന റെപ്റ്റീലിയൻ ബീയിങ്സ്. അത്തരത്തിലുള്ള ബീയിങ്സ് ഇന്നും മനുഷ്യർക്കൊപ്പം നമ്മൾ പോലും അറിയാതെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് നമ്മളോടൊപ്പം താമസിക്കുമെന്നാണ് ലിസിഡ് കോൺസ്പിറസി തിയറിസ്റ്റുകളൊക്കെയും പറയുന്നത്. നമ്മൾ പറയുന്ന നാഗങ്ങളുടെ കഥയുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയുകയല്ല, പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കോഇൻസിഡൻസ് ഈ 2 സംഭവങ്ങളും തമ്മിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ തോന്നുന്നുണ്ട്. യോഗസൂത്ര മനുഷ്യരിലേക്ക് എത്തിച്ച പതഞ്ജലിയും ഒരു നാഗമായിരുന്നു എന്നാണ് വിശ്വാസം. ആദിശേഷനാഗത്തിൻ്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ മിത്തോളജി പ്രകാരം നാഗങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നാഗങ്ങളെ പറ്റിയുള്ള വിശ്വാസം. ചൈനക്കാർ വിശ്വസിക്കുന്നത് ഫൂഷിയാൻ നോവയിൽ നിന്ന് മനുഷ്യരാശി ഉണ്ടായെന്നാണ്. അവരുടെ സ്ക്രിപ്ചറുകളിൽ ഇതിനെപ്പറ്റി പ്രത്യേകം പറയുന്നുമുണ്ട്. ഫൂഷിയാൻ നോവ പകുതി സർപ്പവും പകുതി മനുഷ്യരുമായിട്ടുള്ള 2 ബീയിങ്സുകളാണ്. ഇവിടെ നമ്മൾ നാഗങ്ങളെ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് അവർ അതിൽ വിശ്വസിക്കുന്നത്. നമ്മളുടെ നാഗസങ്കല്പവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ് അവരുടെയും ആ ഒരു വിശ്വാസം. BC 350 ഗ്രീസിലും സിയൂസ് എന്ന് പറയുന്ന ദൈവത്തെ അവർ ആരാധിച്ചിരുന്നത് ഒരു നാഗമായിട്ടായിരുന്നു. അവിടെ മാത്രമല്ല, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും നാഗദൈവങ്ങൾ വളരെയധികം പോപ്പുലറാണ്. സിൻ കന്യമ്പ എന്ന ഒരു നാഗദൈവത്തെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ
ആരാധിക്കുന്നതായി പറയപ്പെടുന്നു. ഫിലിപ്പീൻസിലെ ബിസുൾ റീജിയനടുത്ത് ഒരു നാഗ സിറ്റി തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ തന്നെ മറ്റൊരു ഐലൻഡായ സെബുവിലും നാഗങ്ങളെ ആരാധിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. നാഗങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു പ്രദേശം അവിടെയുമുണ്ട്. ഏഷ്യയിൽ മാത്രമല്ല, അമേരിക്കയിലെ കരീബിയൻ ഐലൻഡിലും ഹൈത്തി എന്ന രാജ്യത്തും ഈ പറയുന്ന നാഗങ്ങളെ വളരെയധികം അവർ ആരാധിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ആചാരം പോലെ തന്നെയാണ് അവരും അവിടെ നാഗങ്ങളെ ആരാധിക്കുന്നത്. ദംബാല എന്ന പുരുഷ നാഗത്തെയും അതുപോലെ തന്നെ അയിദ എന്ന സ്ത്രീ നാഗത്തെയുമാണ് അവർ ആരാധിക്കുന്നത്. പുരാതന ഇസ്രയേലിലും ബൈബിളിൽ നാഗാഷ് എന്ന് പറയുന്ന സർപ്പത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു നെഗറ്റീവ് ബീയിങ് ആയിട്ടാണ് ഈ സർപ്പത്തെ കാണിച്ചിരുന്നതെങ്കിലും നാഗാഷ് എന്ന ആ പേര് വളരെയധികം ഞെട്ടിക്കുന്നതാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ നാഗ എന്ന പേരുമായി വളരെ സാമ്യമുള്ള ഒരു പേരാണ് നാഗാഷ് എന്നുള്ളത്. ഏൻഷ്യൻ്റ് ഇസ്രയേലിൻ്റെയും ക്രിസ്ത്യൻ വിശ്വാസപ്രകാരവും പറയുന്നത് ഈ പറയുന്ന നാഗാഷ് സർപ്പങ്ങൾ ആ വലിയ വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഇല്ലാതായ ആ ഒരു മഹാപ്രളയത്തിൽ ഭൂമിക്കടിയിലേക്ക് പോയി എന്നാണ്. കരീബിയൻ നാടുകളിൽ മാത്രമല്ല, മെക്സിക്കോയിലും നോർത്ത് അമേരിക്കയിലും നാഗങ്ങളുടെ ശില്പങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. മെക്സിക്കോയിലെ ഓൾമെക് കൾച്ചറിൻ്റെ കേവ് പെയിൻറ്റിങ്സ്, ഗുഹാ പെയിൻറ്റിങ്ങുകളിൽ കണ്ടെത്തിയത് നാഗങ്ങളുടെ ഒരു രൂപമാണ്. പകുതി മനുഷ്യനും പകുതി ഉരകവുമായിട്ടുള്ള ആ ഒരു നാഗരൂപത്തെ അവിടെയും പെയിൻറ്റിങ്ങുകളിൽ കാണാൻ കഴിഞ്ഞു. ആസ്ടെക് സംസ്കാരത്തിലും ഈ പറയുന്ന കാസിക്കോഡൽ എന്ന സർപ്പത്തെ ആരാധിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അവർ വളരെ പൈശാചികമായിട്ടുള്ള ആരാധനയാണ് നടത്തിയതെന്നും പറയുന്നു. കാസിക്കോഡൽ എന്ന അവരുടെ സർപ്പദൈവത്തിനു വേണ്ടി മനുഷ്യ ബലി വരെയും അവർ ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യമായ പെറുവിലും അമാറു എന്ന പേരിൽ നാഗദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഏൻഷ്യൻ്റ് ഏതൻസിൽ സെർക്രോപ്സ് എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നു. ഏതൻസിൻ്റെ സംസ്കാരത്തിന് ഭാഷയും വിവാഹവും മരണാനന്തര ചടങ്ങുകളും ഒക്കെയും പഠിപ്പിച്ചു നൽകിയത് ഈ പറയുന്ന സെർക്രോപ്സ് ആണെന്നാണ് അവരുടെ വിശ്വാസം. സെർക്രോപ്സ് ഒരു സെർപ്പൻ ബീയിങ് ആയിരുന്നുവെന്നും അവർ പറയുന്നു. മായൻ സംസ്കാരത്തിലും ഈ പറയുന്ന നാഗദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. കുൽകുൽക്കാൻ എന്ന് പറയുന്നത് അവരുടെ നാഗദൈവമായിട്ടാണ് കാണപ്പെടുന്നത്. കംബോഡിയയിലും തായ്ലൻഡിലുമൊക്കെയാണ് ഈ പറയുന്ന നാഗദൈവങ്ങളെ ഇന്ത്യയെ പോലെ തന്നെ ആരാധിക്കുന്നത്. അവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും നാഗദൈവങ്ങളുടെയും അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വളരെയധികം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെയും ഈ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈ കൊത്തുപണികളുമൊക്കെ ധാരാളം കാണാൻ കഴിയും. എന്തിനേറെ കംബോഡിയയിലെ വിശ്വാസപ്രകാരം അവരുടെ രാജ്യം ആദ്യം ഭരിച്ചിരുന്നതും നാഗങ്ങളാണ് എന്നാണ്. നാഗങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹാബലിപുരത്തുള്ള ക്ഷേത്രത്തിലെ ഒരു കൊത്തുപണിയിലാണ്. ഭൂമിക്കടിയിൽ നിന്ന് നാഗങ്ങൾ പുറത്തേക്ക് വരുന്നതും പിന്നീട് അത് മനുഷ്യനായി രൂപമാറ്റം ചെയ്യുന്നതും അതിൽ കാണാൻ കഴിയും. നാഗങ്ങൾ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബീയിങ്ങുകളാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കൊത്തുപണി. കശ്യപ മുനിയുടെ സന്താനങ്ങളാണ് നാഗങ്ങളെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കാശ്മീരിൽ ഇന്നും കശ്യപ നാഗ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. നാഗവംശി എന്നറിയപ്പെടുന്ന മനുഷ്യരും ഇന്നും കാശ്മീരിൽ ജീവിക്കുന്നു. ലോകമെമ്പാടും ഇത്രയേറെ സംസ്കാരങ്ങളിലും രാജ്യങ്ങളിലും മതങ്ങളിലുമൊക്കെയും നാഗങ്ങളെപ്പറ്റി ഇത്ര വിശദമായി പറയുന്നുണ്ട് എങ്കിൽ ഇത് വെറും ഒരു പാമ്പിൻ്റെ സങ്കല്പമല്ല. നാഗങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബീയിങ്സ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാഗങ്ങളെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. ഇതൊക്കെ ഉള്ളതാണോ അതോ വെറും മിത്തുകളാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകളും കോൺസ്പിറസീസും മിസ്റ്ററീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.